السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد, വ്യക്തമായ ഖുർആൻ അവർക്കായി കൊണ്ടുവരികയും ആശമൂത്ത് അശ്രദ്ധരായി ജീവിക്കുന്നതിൽ നിന്ന് അവരെ ഉണർത്തുകയും അള്ളാഹുവിൻ്റെ നടപടിക്രമം എങ്ങനെയായിരിക്കുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേർക്ക് അവർ കാണിച്ച മര്യാദകേടും പരിഹാസവും ഈ ആയത്തുകൾ എടുത്തു പറയുന്നുണ്ട്. വരുന്ന ആയത്തുകൾ, ഉത്ബോധനം ഇറക്കപ്പെട്ടവനെ, തീർച്ചയായും നിനക്ക് ഭ്രാന്ത് തന്നെയാണ്. ആ വിളിയിൽ തന്നെ ഉണ്ട് പരിഹാസം. പ്രവാചകത്വത്തെയും അള്ളാഹുവിൻ്റെ വഹീനെയും നിഷേധിക്കുന്നവരാണ് അവർ. എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെന്താണ്? പോരാഞ്ഞിട്ട് തീർച്ചയായും നിനക്ക് ഭ്രാന്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. വ്യക്തമായ ഖുർആനിലൂടെ അവരെ പ്രബോധനം ചെയ്തതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയിട്ടുള്ള മിക്ക പ്രവാചകന്മാർക്കുമുള്ള അവസ്ഥ ഇതുതന്നെയായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചു. ഫിർഔൻ യാതൊരു മറുപടിയും പറയാനും സാധിക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ ചുറ്റും കൂടിയ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ പ്രവാചകൻ ഒരു ഭ്രാന്തൻ തന്നെയാണ്. ഇതെന്നും ശത്രുക്കളുടെ ഒരു സമ്പ്രദായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.